ആലീസ് ഓവർടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആലീസ് ഓവർടൈൽസ് 336 സബ്സ്ക്രൈബേഴ്സ് ആയിക്കണ്. 200 വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുവാണ്. പിന്നെ നമ്മുടെ ക്യാമറയൊക്കെ എടുക്കാൻ സഹായിക്കുന്ന ഫാമിലീസിനും ഫ്രണ്ട്സിനും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പറയുവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നോക്കി, ആമസോണിൽ നിന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനുള്ള ഗിഫ്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അതല്ല. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 2 സാധനങ്ങൾ. അപ്പോൾ യൂട്യൂബ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരും പിന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരും ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നതും പിന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ബോയൻ്റെ M1 Pro ലെവലിയർ മൈക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണക്കാർക്കും പിന്നെ യൂട്യൂബ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും നോക്കുവാണെങ്കിൽ മൈക്ക് റോഡ് അങ്ങനത്തെ ബ്രാൻഡിൻ്റെ മൈക്കുകളായിരിക്കും. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. തുടക്കക്കാർക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്, ട്രൈ ചെയ്ത് നോക്കാൻ നല്ലത് ഇതായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിച്ചതേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് പറയാം. പിന്നെ ഇത് എന്ന് പറയുന്നത് ഗൊറില്ല ട്രൈപോഡാണ്. നമ്മുടെ ക്യാമറ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് യൂസ് ചെയ്യണമെങ്കിലും നമുക്കൊരു സ്റ്റേബിളായിട്ട് ക്യാമറ പൊസിഷൻ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ക്യാമറ മൂവ് ചെയ്യണമെങ്കിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇതിൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലോട്ടും ഏത് പൊസിഷനിലോട്ടും വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡെമോ കാണിച്ചു തരാം. എൻ്റെ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.